നമസ്കാരം. നാണ്യവിളകളായ കാപ്പി, തേയില തുടങ്ങിയവ കൃഷി ചെയ്യാനായി മരങ്ങൾ വ്യാപകമായി വെട്ടിമാറ്റപ്പെട്ടത് കെനിയയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചു. ഭക്ഷണം പാകം ചെയ്യാൻ ചുള്ളിക്കമ്പ് പോലും കിട്ടാത്ത അവസ്ഥയിലുള്ള ഒരു ജനതയുടെ നിസ്സഹായതയുടെ മുന്നിൽ ഉതിർന്നുവന്ന പെൺസിംഹത്തിൻ്റെ പേരാണ് വംഗാരി മാതായി. അമേരിക്കയിലെ പിറ്റ്സ്ബർഗ് സർവകലാശാലയിൽ നിന്നും സ്കോളർഷിപ്പോടുകൂടി ബിരുദം നേടിയ മാതായി തൻ്റെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് പ്രയത്നിച്ചു. ഒരു രാജ്യത്തെ ജനങ്ങളെ ആകെ ആവേശം കൊള്ളിച്ച പ്രവർത്തനങ്ങളായിരുന്നു വംഗാരി മാതായുടേത്. സമാനതകളില്ലാത്ത നിരവധി ബഹുമതികൾക്ക് ഇത് അവരെ അർഹയാക്കി. 1970കളുടെ മധ്യത്തോടെ സന്നദ്ധപ്രവർത്തകരായ ഒരു കൂട്ടം ആളുകളെ ചേർത്ത് രാജ്യമെമ്പാടും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മാതായി നേതൃത്വം നൽകി. 1977 മാതായുടെ നേതൃത്വത്തിൽ കെനിയയിൽ ആരംഭിച്ച ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻ്റ് എന്ന പ്രസ്ഥാനത്തിന് വനനശീകരണം, വരൾച്ച, ഭക്ഷണ ദൗർലഭ്യം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിച്ചു. കെനിയയിലുടനീളം 30 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഇത് ലോകത്തിലെ ഏറ്റവും ഫലപ്രദമായ ഒരു പരിസ്ഥിതി പ്രസ്ഥാനമാക്കി മാറ്റി. ബാക്കി ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും മാതൃകയായ ഈ സംഘടന 30 ലക്ഷം വൃക്ഷങ്ങൾ നട്ടുപരിപാലിക്കാനും 9 ലക്ഷം വനിതകളെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇറക്കി പ്രവർത്തിപ്പിക്കുവാനും സഹായിച്ചു. ജനാധിപത്യത്തിനായി പോരാടിയ വംഗാരി ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ 2002 പാർലമെൻറ്റിലേക്ക് 98% വോട്ടോടെ വിജയിച്ചു കയറി. അതിൻ്റെ ഫലമായി നിരവധി പരിസ്ഥിതി നിയമങ്ങൾ പാർലമെൻറ്റിൽ പാസ്സാക്കാൻ സാധിച്ചു. 2004 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയായ മാതായി നിർഭയം പ്രതീക്ഷയോടെ മുന്നേറുക എന്ന വാക്കുകൾ കെനിയൻ ജനതയ്ക്ക് എന്നും പ്രചോദനമാണ്. 2011 ഈ ലോകത്തോട് വിട പറയും വരെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ച വംഗാരി മാതായി ഇന്നും കെനിയയിലെ ജനങ്ങൾക്കും ലോകമെമ്പാടുമുള്ള പ്രകൃതി സ്നേഹികൾക്കും മാതൃകയാണ്. മാതായിയുടെ ആഗ്രഹപ്രകാരമുള്ള പ്രകൃതി സൗഹൃദ കോഫിനായിരുന്നു തൻ്റെ സംസ്കാര ചടങ്ങിനായി ഉപയോഗിച്ചത്. ഈ ധീര വനിതയ്ക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.